الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات، ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام، على ما رزقهم من بهيمة الأنعام، فكلوا منها وأطعموا البائس الفقير. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തിലും ഔദാര്യത്തിലും പെട്ടതാണ് തന്റെ അടിയാന്മാർക്ക് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, ആ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതിനു വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായ കാലവും സമയവും നിർണയിച്ചു തന്നിരിക്കുന്നു എന്നത്. അത്തരത്തിലുള്ള പ്രത്യേകമായ പുണ്യകാലങ്ങളിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ. അതും ആ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. പ്രിയമുള്ളവരെ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ മഹത്വം, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ പ്രത്യേകത അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലും അത് രണ്ടും വിശദീകരിച്ച് പഠിച്ച് മനസ്സിലാക്കിയ സലഫുസ് സ്വാലിഹീങ്ങളുടെ സച്ചരിതങ്ങളിലും ധാരാളമായി നമുക്ക് കാണാവുന്നതാണ്. ഈ വിഷയത്തിൽ ഒന്നാമതായി അഹ്ലുസുന്ന വൽ ജമാഅ തെളിവ് പിടിക്കാറുള്ളത് വിശുദ്ധ ഖുർആനിലെ 89-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ ആയത്താണ്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠത പഠിപ്പിക്കാനായി അഹ്ലുസുന്ന തെളിവാക്കാറുള്ളത് വിശുദ്ധ ഖുർആനിലെ 89-ാം അധ്യായം സൂറത്ത് ഫജ്റിന്റെ 2-ാമത്തെ ആയത്താണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ, വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാവുൽ ഖസം, ഖസം ചെയ്തുകൊണ്ട്, സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ 10 രാത്രികളെ കൊണ്ട് പ്രത്യേകം സത്യം ചെയ്ത് പറഞ്ഞതിൽ നിന്ന് തന്നെ ആ 10 ദിവസങ്ങളുടെ പ്രത്യേകത, മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആയത്തിൽ പറയുന്ന 10 രാവുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് പ്രബലമായ അഭിപ്രായം. മഹാനായ അല്ലാമ ഹാഫിൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറയുന്ന ഒരു ഭാഗം കാണാം. വല്ലയാലി അൽ അശ്ർ, ഇവിടെ 10 രാവുകൾ എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഉദ്ദേശിക്കാൻ മുറാദു ബിഹാ അശറു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രികൾ, 10 ദിവസങ്ങളാണ്, 10 ദിവസങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. കമാ ഖാലഹു ഇബ്നു അബ്ബാസ് വഇബ്നു സുബൈർ വമുജാഹിദ് വഗൈറു വാഹിദ് മിന അസ്സലഫ് വൽ ഖലഫ്. എല്ലാ അഹ്ലുസുന്നയുടെ ഇമാമുകളെല്ലാം, വിശിഷ്യ മഹാനായ ഹബ്റുൽ ഉമ്മ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ മുതൽ ഒരുപാട് ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, സൂറത്ത് ഹജ്ജിലും ഇത് കാണാൻ പറ്റും. ഞാൻ ആമുഖമായി ഓതി വെച്ചതാണ്. സൂറത്ത് ഹജ്ജിലെ 22-ാം അധ്യായം, സൂറത്ത് ഹജ്ജിലെ 28-ാമത്തെ ആയത്തിലൊരു ഭാഗം എന്താണ്? വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമ, വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമ, അറിയപ്പെട്ട ദിവസങ്ങളിൽ
അവർ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടി, ഓർക്കാൻ വേണ്ടി, അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് കാണാം ഇമാം ബഗവി അവിടുത്തെ തഫ്സീറിൽ അല്ല, എല്ലാ മുഫസ്സിറുകളും അവരുടെ തഫ്സീറിൽ കൊടുത്തൊരു വ്യാഖ്യാനം അതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ കൊടുത്തൊരു റിപ്പോർട്ട് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമായി എന്നവരെ തൊട്ട് വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമി മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ അൽ അയ്യാമുൽ മഅലൂമാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. പ്രിയമുള്ളവരെ, വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ദുൽഹിജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠത വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അധികം ആളുകളും ഈ ദിവസത്തെക്കുറിച്ച് അശ്രദ്ധരാണെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വിഷയം. ഇങ്ങനെ ഒരു പ്രത്യേകത ദുൽഹിജ്ജ മാസത്തിനുണ്ട് എന്നത് പോലും അറിയാത്ത ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നത് വലിയ ഖേദത്തിന് കാരണമാകുന്ന കാര്യമാണ്. നോക്കൂ, മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് അല്ലാമത്തുൽ അൽബാനി അടക്കം ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. സ്വഹീഹുൽ ജാമിയിൽ 1133 വിവിധ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാമത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, അഫ്ളലു അയ്യാമിദ് ദുനിയാ അയ്യാമുൽ അശ്ർ, ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്, ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാകുന്നു എന്ന് ഖലീലുർ റഹ്മാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ തൊട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ എന്നവരെ തൊട്ട് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 969 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയാണ്, എന്ത്, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫീ ഹാദി, ഈ 10 ദിവസത്തേക്കാൾ അഥവാ ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ അന്ന് നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു ദിവസത്തെ സൽക്കർമ്മങ്ങളുമില്ല. ഖാലു, അപ്പൊ അവിടുത്തെ സഹാബത്ത്, അനുചരന്മാർ, അഹ്ലുസുന്നയുടെ ഇമാമുകൾ, ലോകരുടെ നേതാക്കൾ, സ്വർഗത്തിന്റെ അവകാശികൾ, സ്വഹാബ റിദ്വാനുല്ലാഹി അലൈഹിം കുല്ലിഹിം അജ്മഈൻ, അവർ ചോദിച്ചു, വലൽ ജിഹാദ്, അല്ലാഹുവിന്റെ റസൂലെ, ജിഹാദിനേക്കാളും ശ്രേഷ്ഠമാണോ? നമുക്കറിയാം, ആയത്ത് കൊണ്ടും ഹദീത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ജിഹാദാണെന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല വലൽ ജിഹാദ്, അതേ, ജിഹാദിനേക്കാളും ശ്രേഷ്ഠമാണ്. എന്നിട്ട് നബി വേർതിരിച്ചു പറയാം, ഇല്ല ഇല്ല, പ്രത്യേകമായി നബി വേറിട്ട് പറയാണ്, ഇല്ല റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ശ്രേഷ്ഠമാണ്. ഏതൊഴികെ, എന്നാൽ ഒരാൾ സ്വന്തം ശരീരവും സമ്പത്തുമായി അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് പുറപ്പെടുകയും അത് രണ്ടിൽ നിന്നും ഒന്നുമായി, അല്ലെങ്കിൽ ഈ രണ്ടും അവയിൽ നിന്നും ഒന്നും അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാതെ രക്തസാക്ഷിയാവുകയും ചെയ്താൽ അയാൾക്ക് ഇവരെക്കാൾ പ്രത്യേകതയുണ്ട്. അഥവാ ശരീരവും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചു, ഷഹീദായി, സമ്പത്തും അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സമർപ്പിച്ചു, അയാൾ ഒഴികെ അയാൾക്കാണ് ശ്രേഷ്ഠത കൂടുതൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാത്തിടത്തോളം ഏറ്റവും ശ്രേഷ്ഠത ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കാണുന്ന. അല്ലാഹു അക്ബർ കബീറ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ വിശുദ്ധവും പ്രതിഫലാർഹവുമായ മറ്റൊരു കർമ്മവുമില്ല. ആരാ പറയുന്നത്? ലോകരുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുനൻ അബൂ ദാവൂദിൽ 2438 നമ്പറായി ഉദ്ധരിക്കുന്നു. അല്ലാമത്തുൽ അൽബാനി സഹീഹാണ് എന്ന് ഹുക്ം നൽകിയ ഹദീസാണ്. നബി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹ് ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമുൽ അശ്ർ. ദുൽഹജ്ജിലെ 10 ദിവസത്തെക്കാൾ അല്ലാഹുവിന് സൽക്കർമ്മങ്ങൾ ഇഷ്ടമുള്ള മറ്റൊരു ദിവസവുമില്ല.
അത് ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഏതാ? ഈ ദുൽഹിജ്ജയിലെ 10 ദിവസമാണ് മറ്റുള്ള ദിവസങ്ങളെക്കാളുന്നാണ്. പ്രിയമുള്ളവരെ, ഇതാ ദിവസത്തിന്റെ ഫള് പഠിപ്പിക്കാനാണ്. അഥവാ മറ്റേത് കർമ്മത്തെക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടം ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങൾക്കാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എത്ര റിവായത്തുകൾ കാണാമെന്നറിയോ? ഒരുപാട് റിപ്പോർട്ടുകൾ. ഇബ്നു അബ്ബാസിനെ തൊട്ട് റളിയല്ലാഹു അൻഹുമ മറ്റൊരു റിവായത്തിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജൽ വലാ അഅ്ലമ അജ്റൻ മിൻ ഖൈരിൻ യഅമലുഹു ഫി അശ്രിൽ അദ്ഹാ. ദുൽഹിജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ സംശുദ്ധവും പ്രതിഫലാർഹവുമായ മറ്റൊരു കർമ്മവുമില്ല എന്ന് ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്ര മഹത്തരമായ സൽക്കർമ്മങ്ങൾക്ക് അത്രയും ശ്രേഷ്ഠതയുള്ള, ദിവസങ്ങൾക്ക് അത്രയും പ്രാധാന്യമുള്ള, അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകാൻ മാത്രം ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു പരിശുദ്ധ മാസത്തിലേക്കാണ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് പ്രവേശിക്കാനുള്ളത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹി അൽ ഹറാനി അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അഹ്ലുസുന്നയുടെ വീക്ഷണം അതാണ്. അദ്ദേഹത്തിന്റെ ഇബ്നു തൈമിയ്യയുടെ ഫതാവയിൽ 25-ാം വാള്യത്തിന്റെ 287-ാമത്തെ പേജിൽ അദ്ദേഹം പറയാണ്, ഇന്ന അയ്യാമ അശ്രി ദിൽ ഹിജ്ജ അഫ്ളലു മിൻ അയ്യാമിൽ അശ്രിൽ അവാഖിർ മിൻ റമദാൻ. റമദാനിലെ അവസാനത്തെ 10 പകലുകളെക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 പകലുകൾ. ഉറങ്ങരുത് കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കണം. എന്താണ് പറഞ്ഞത്? റമദാനിലെ അവസാനത്തെ 10 പകലുകളെക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പകലുകൾ. എന്നിട്ട് അദ്ദേഹം പറയാണ്, വലയാലി അൽ അശ്രി മിൻ റമദാൻ അഫ്ളലു മിൻ ലയാലി അൽ അശ്രി മിൻ ദുൽഹിജ്ജ. എന്നാൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രികളെക്കാളും ശ്രേഷ്ഠമാണ് റമദാനിലെ അവസാനത്തെ 10 രാത്രികൾ എന്നാണ്. സുബ്ഹാനക യാ അലീം. ആരപ്പതൊക്കെ ആലോചിക്കണ? ആർക്കപ്പതൊക്കെ വേണ്ടത്? ആരാ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്? ഉമ്മത്ത് മുസ്ലിം അശ്രദ്ധരാണ് ഈ വിശുദ്ധ ദിവസത്തെ കുറിച്ച്. ഉമ്മത്ത് മുസ്ലിം പലതിന്റെ പുറകെയാണ്, പലതിന്റെയും പുറകെയാണ്. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല കാക്കട്ടെ. ഖാല അൽ ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ്, വലിയ പണ്ഡിതനാണ്, അഹ്ലുസ് സുന്നത്തിന്റെ ഇമാമാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ലമ്മ കാന അല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് വദഅ ഫീ ഖുലൂബിൽ മുഅ്മിനീന അൽ ഹനീന ഇലാ മുശാഹദതി ബൈതിഹി അൽ ഹറാം وليس كل أحد قادر على مشاهدته كل عام فرض على المستطيع الحج مرة واحدة في عمره. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഅ്മിനീങ്ങളുടെ, വിശ്വാസികളുടെ, ആ പ്രയോഗം തന്നെ സൂക്ഷ്മതയുള്ള പ്രയോഗമാണ്. മുഅ്മിനീങ്ങളുടെ മനസ്സിൽ, ഖൽബിൽ തന്റെ പരിശുദ്ധ ഭവനമായ കഅബയെ ഒരു നോക്കു കാണാനുള്ള ആഗ്രഹം ഇട്ടുകൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചത്, എല്ലാവരുടെ ഖൽബും ആഗ്രഹിക്കുന്നത് കഅബയിലേക്കാണ്. എല്ലാ വിശ്വാസിയുടെ മനസ്സും തിളക്കുന്നത്, അല്ലെങ്കിൽ മനസ്സ് സന്തോഷിക്കുന്നത് കഅബയെ കാണുമ്പോഴാണ്. എന്നാൽ എല്ലാ വർഷവും അവിടെ പോവുക എന്നുള്ളത് അധിക മുസ്ലിങ്ങൾക്കും പ്രയാസമായതിനാൽ കഴിവുള്ളവർക്ക് ആയുസ്സിൽ ഒരിക്കൽ മാത്രം ഹജ്ജ് നിർബന്ധമാക്കിക്കൊണ്ട് അള്ളാഹു അവർക്ക് ഇളവ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, സുബ്ഹാനക യാ അലീം. എന്താ വാക്കെന്നറിയോ? വജഅല മൗസിമൽ അശ്രി മുശ്തറകൻ ബൈന السائرين والقاعدين فمن عجز عن الحج في عام قدر في 10 ذي الحجة على عمل يعمله في بيته يكون أفضل من الجهاد الذي هو أفضل من الحج. ഹജ്ജിന് പുറപ്പെട്ടവരും പുറപ്പെടാൻ സാധിക്കാതെ നാടുകളിൽ കഴിയുന്നവർക്കും ഈ പുണ്യ ദിവസങ്ങളിൽ പങ്കുചേരാൻ വേണ്ടി ഹജ്ജ് നടക്കുന്ന ദുൽഹിജ്ജയിലെ ആ 10 ദിവസങ്ങൾക്ക്, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേക സ്ഥാനം നൽകി. ഒരു വർഷം ഹജ്ജിന് സാധിക്കാത്തവനും, ഒരു വർഷം ഹജ്ജിന് സാധിക്കാത്തവനും ഈ 10 ദിവസങ്ങളിലും തന്റെ വീട്ടിലിരുന്നും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമല്ലോ എന്നാണ്. ഹാജിമാരവിടെ ചെയ്യുന്ന പല കർമ്മങ്ങളും അതേപോലെ നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യാം. ആ സൽക്കർമ്മങ്ങളാകട്ടെ അല്ലാഹു തആല
ഹജ്ജിനേക്കാൾ മഹത്വമുള്ള ജിഹാദിനേക്കാളും മഹത്വമുള്ളതാക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ 476 പേജിൽ അദ്ദേഹം അമലുകളുടെ മഹത്വങ്ങൾ പഠിപ്പിക്കുന്നിടത്ത്, അല്ലെങ്കിൽ അതും അത്തരം വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞുതരാം. സുബ്ഹാനക യാ അലീം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്ര ശ്രേഷ്ഠത? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടത്? ഒരു വിശ്വാസിക്ക് എപ്പോഴും എന്താ ചിന്ത ഉണ്ടാകുക? ഉഖ്റവിയായ ലോകത്തെ കുറിച്ചാണ്. ആ ലോകത്തേക്ക് രക്ഷപ്പെടാൻ, അവിടെ രക്ഷപ്പെടാൻ ആവശ്യമായ കർമ്മങ്ങളെ പറ്റിയാണ്. വിശ്വാസം നന്നാക്കിയ ഒരുത്തൻ, തൗഹീദുള്ള ഒരുത്തൻ പിന്നെ ആഗ്രഹിക്കുന്നത് ആ സ്വർഗത്തിലേക്ക് എത്താൻ തൗഹീദിന്റെ താഴെ, തൗഹീദാണ് ഒന്നാമത്തെ കർമ്മം, അതിന്റെ താഴെ ഏതൊക്കെ സൽക്കർമ്മങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ സൽക്കർമ്മങ്ങളിൽ മുഴുവനും മനസ്സാ വാചാ കർമ്മണ വ്യാപൃതരാവുകയാണ്. ഇഖ്ലാസോടെ ഇത്തിബാഅോടുകൂടി. അതല്ലേ നമ്മുടെ ലക്ഷ്യം? അതാണ് ലക്ഷ്യം. അല്ലാതെ സംസ്ഥാനം തുടർന്ന് 5 വർഷം ആര് ഭരിക്കും, ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നതാണോ മുസ്ലിമേ നമ്മുടെ ആത്യന്തിക വിഷയം? അല്ലല്ലോ, അതല്ലല്ലോ വിഷയം. വിഷയം എന്താണ്? എന്റെ സ്വർഗത്തിലേക്കുള്ള വഴി എങ്ങനെ സുഗമമാക്കാം, നരകത്തിൽ പോകാതിരിക്കാനുള്ള മാർഗം എന്താണ്? ഇതല്ലേ മുസ്ലിമേ ലക്ഷ്യം? ഇതിനല്ലേ പടച്ചത്? ഇതിനല്ലേ റബ്ബ് ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്? അല്ലാഹു സഹായിക്കുമാറാകട്ടെ. നോക്കൂ, മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് ഹദീസിൽ അമീറുൽ മുഅ്മിനീൻ എന്ന് പറയപ്പെടുന്ന ആളാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം എന്തുകൊണ്ട് ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾക്ക് ഇത്ര ശ്രേഷ്ഠതയുണ്ടാകുന്നു എന്ന ചർച്ചയിൽ അദ്ദേഹം നടത്തുന്ന ചർച്ച എന്തറിയോ? അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി 2-ാം വാള്യം 460 പേജ്, والذي يظهر أن السبب في امتياز 10 ذي الحجة لمكان اجتماع أمهات العبادة فيه. ഏതൊക്കെയാണ് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾക്ക് ഇത്രയും ശ്രേഷ്ഠതയുണ്ടാകാനുള്ള കാരണം? എന്താണ്? എല്ലാ അമലുകളും ഈ ദിവസങ്ങളിൽ ഒന്നിച്ചു വരുന്നു എന്നതാണ്. വഹിയ, ഏതൊക്കെയാണത്? അസ്സലാത്തു വസ്സിയാമു വസ്സദഖത്തു വൽഹജ്ജ്. നിസ്കാരം ഈ ദിവസങ്ങളിലുണ്ട്, നോമ്പ് ഈ ദിവസങ്ങളിലുണ്ട്, സ്വദഖ ഈ ദിവസങ്ങളിലുണ്ട്, അതുപോലെ മറ്റൊരു ദിവസത്തിനുമില്ലാത്ത ഹജ്ജ് കർമ്മവും ഈ ദിവസങ്ങളിലുണ്ട് എന്നതാണ്. വലാ യതഅത്താ ദാലിക ഫി ഗൈരി, മറ്റ് യാതൊരു ദിനങ്ങളിലും ഇവ ഒന്നിച്ചു വരുന്നില്ല. റമദാനിൽ ഹജ്ജില്ല, പക്ഷേ ഹജ്ജ് മാസത്തിൽ പ്രിയമുള്ളവര് നോമ്പുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ സൽക്കർമ്മങ്ങളും ഒത്തിരിക്കുന്ന ഒരു മാസമാണിത് ദുൽഹിജ്ജ. ഒരുപക്ഷെ ഞാൻ പറയുമ്പോ നിങ്ങളെ മനസ്സിലുണ്ടാകും, നമ്മൾ സാധാരണ പഠിച്ച് റമദാനാണല്ലോ എന്നാണ്. പ്രിയമുള്ളവർ, പഠിച്ചു കൊടുത്തു വരുന്ന ചില പ്രശ്നങ്ങളാണത്. റമദാൻ ശ്രേഷ്ഠമാണ്, എന്നാൽ സൽക്കർമ്മങ്ങൾ റമദാനിലേക്കാളും കൂടുതലുള്ളത് ദുൽഹിജ്ജയിലാണ്. വിശേഷ ഹജ്ജ് കർമ്മമുണ്ട്, അത് റമദാനിലില്ല. റമദാന്റെ പ്രത്യേകതയുണ്ട്, നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ ദുൽഹിജ്ജയുടെ പ്രത്യേകത മുസ്ലിങ്ങൾ പലപ്പോഴും വിസ്മരിക്കുകയാണ്. ഈ വിഷയങ്ങൾ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉതൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ അദ്ദേഹത്തിന്റെ ഫത്വയിലൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ട്. മനുഷ്യർ പലപ്പോഴും മറന്നുപോകുന്നു ഈ ദിവസങ്ങളെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ ദുൽഹിജ്ജയെ കുറിച്ച് ശരിക്കും പഠിക്കുകയും ദുൽഹിജ്ജയെ സമ്പന്നമാക്കുകയും വേണം. അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയിലാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളി ദുൽഹിജ്ജയിലെ വെള്ളിയാകും. അല്ലാഹു തൗഫീഖ് ചെയ്താൽ ആ ദുൽഹിജ്ജയിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയെ കുറിച്ച് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് പറഞ്ഞ വാക്കെന്തറിയോ? യൗമുൽ ജുമുഅത്തി ഫി 10 ദിൽ ഹിജ്ജ അഫ്ളലു മിനൽ ജുമുഅത്തി ഫി ഗൈരിഹി ലിജ്തിമാഇൽ ഫളലൈനി ഫീഹി. 2 ശ്രേഷ്ഠതകൾ ഒരുമിക്കുന്നു എന്നതിനാൽ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ കടന്നു വരുന്ന വെള്ളിയാഴ്ച മറ്റേതൊരു വെള്ളിയാഴ്ചയെക്കാളും കൂടുതൽ മികച്ചതാണെന്നാണ്. അതായത് റമദാനിലെ വെള്ളിയാഴ്ചകളിലെ പള്ളികളിലെ സ്വാധീനമുണ്ടല്ലോ, പള്ളികളിലെ ആൾക്കൂട്ടമുണ്ടല്ലോ, അതും അതിന്റെ ഇരട്ടിയും എവിടെ ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്? ദുൽഹിജ്ജയിലെ വെള്ളിയാഴ്ചയിൽ ഉണ്ടാകണം. കാരണം ശ്രേഷ്ഠത കൂടുതൽ അതിനാണെന്നാണ് അഹ്ലുസുന്നയുടെ വീക്ഷണാണ്. നമ്മൾ അഹ്ലുസുന്നത്തിന്റെ ആളുകളായതുകൊണ്ട് ആ വീക്ഷണം നമ്മൾ സ്വീകരിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഏറെ ശ്രേഷ്ഠതയുള്ള ഈ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴേ നമ്മൾ തീരുമാനമെടുക്കണം. ഇൻഷാ അല്ലാഹ് ഈ ദിവസങ്ങളിൽ ധാരാളം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സലഫു സ്വാലിഹീങ്ങൾ അങ്ങനെയായിരുന്നു, അഥവാ സലഫികൾ അങ്ങനെയായിരുന്നു. ആര്? സ്വഹാബത്ത് അങ്ങനെയാണ്, താബികൾ അങ്ങനെയാണ്, തബഉൽ അത്ബാഇകൾ അങ്ങനെയാണ്.
നാളിതുവരെ ഇന്നും ലോകത്ത് ജീവിക്കുന്ന അഹ്ലുസുന്നയുടെ ആളുകളൊക്കെ അങ്ങനെയാണ്. ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരാളെ കുറിച്ച് പറഞ്ഞുതരാം. താബികളിൽ പ്രസിദ്ധനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല. വകാന സഈദ് ബിൻ ജുബൈർ ഇദാ ദഖല അയ്യാമുൽ അശ്രി ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി. ദാരിമിയുടെ സുനനിൽ 1828 നമ്പറായി ഹസനായി ഹുക്കം നൽകപ്പെട്ട അസറാണ്. എന്താണ്? ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസങ്ങൾ ആഗതമായാൽ, റമദാൻ വന്നാൽ കേൾക്കാറില്ലേ, അതുപോലെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ വന്നാൽ താബിഈങ്ങളിൽ പ്രമുഖനായ സഈദ് ബിൻ ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു തനിക്ക് കഴിയില്ല എന്ന് തോന്നുമാർ അത്രത്തോളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനായി പരിശ്രമിക്കാറുണ്ടായിരുന്നു. മഹാനായ ഇബ്നു ഖുദാമ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുഗ്നിയിൽ ഉദ്ധരിക്കാൻ 4-ാം വാള്യത്തിന്റെ 443 وأيام عشر ذي الحجة كلها شريفة مفضلة يضاعف العمل فيها ويستحب الاجتهاد في العبادة فيها. ഇബ്നു ഖുദാമ റഹിമഹുല്ലാ പറയാൻ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്തുകൊണ്ടും ശ്രേഷ്ഠവും ഉത്കൃഷ്ടവുമാകുന്നു. അതിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ഇരട്ടിപ്പിക്കുന്നതും അന്ന് ഇബാദത്തുകൾ കൂടുതൽ പ്രയത്നിക്കൽ സുന്നത്തുമാകുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പലരും അറിയാതെ പോയത്? പലപ്പോഴും റമദാനിന്റെ ഫളലും ശറഫും പഠിപ്പിക്കപ്പെടുന്നത് പോലെ മിമ്പറുകളിൽ ദുൽഹിജ്ജയുടെ ഫളലും ശറഫും പഠിപ്പിക്കപ്പെടാതെ പോയത് കൊണ്ടാണ്. വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല നമുക്ക് പുറത്തിരുമാറാവട്ടെ. വലിയ ഗൗരവത്തിൽ കാണേണ്ട വിഷയം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്രയും ശ്രേഷ്ഠമായ ഈ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, നമ്മൾ സൽക്കർമ്മങ്ങളെ കുറിച്ച് തികഞ്ഞ ബോധവാന്മാരാകണം. അതിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നത് ഈ ദിവസങ്ങളിലെ ശ്രേഷ്ഠമായ ഇബാദത്താണ്. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 203-ാമത്തെ ആയത്ത്, വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 28-ാമത്തെ ആയത്ത്. ഈ രണ്ടിടത്തുള്ള എന്താ? ഒന്നാമത്തെ ആയത്തുള്ളത് വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. രണ്ടാമത്തത് വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ അവർ അള്ളാഹുവിനെ സ്മരിക്കാനും വേണ്ടിയതാണ്. എന്താണത്? ഈ ദിവസങ്ങളിൽ തഹ്ലീലും തക്ബീറും തഹ്മീദും അധികരിപ്പിക്കേണ്ടതുണ്ട്. ഈ 10 ദിവസം അല്ല, അയ്യാമു തശ്രീഖിന്റെ അശർ വരെ, ദുൽഹിജ്ജ 13 വരെ. നോക്കൂ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം അഹ്മദ് തബറാനി ഒക്കെ ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യോഗ്യമാണ്. നബി പറയാണ്, മാ മിൻ അയ്യാമിൻ അഅ്ളമ ഇൻദല്ലാഹ് വലാ അഹബ്ബ ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ, ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹുവിന്റെ അടുക്കൽ ഈ 10 ദിവസത്തെക്കാൾ, ഏത് 10 ദിവസം? ദുൽഹിജ്ജയിലെ 10 ദിവസത്തെക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റു ദിവസമോ അതിലുള്ള സൽക്കർമ്മത്തെക്കാൾ ഉത്തമമായ കർമ്മമോ ഇല്ല. ആര് പറയുന്നു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് വേറെ സോഴ്സ് വേണോ? വേറെ ആരുടെങ്കിലും അഭിപ്രായമാണോ? ലോകരുടെ നേതാവ് പറയണത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഅക്സിറൂ ഫീഹിന്ന മിനത്തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, അതുകൊണ്ട് അതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? ആ ദിവസത്തിലേക്ക് എത്തിയാൽ നിങ്ങൾ തക്ബീറും തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തക്ബീർ അല്ലാഹു അക്ബർ, തഹ്മീദ് അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നല്ല, അത് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ധാരാളമായി പറയുന്നവരാകണം. ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഈ അദ്കാറുകൾ നമ്മൾ പതിവാക്കണം, അല്ല അത് വർദ്ധിപ്പിക്കണമെന്ന്. എത്രത്തോളം അറിയോ? മുൻഗാമികളെ സംബന്ധിച്ച് മഹത്തുക്കൾ ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. മഹാനായ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കാണാം. അന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ വ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ, ഒന്ന് മുത്തബി വസുന്നയാണ്. രണ്ടാമത്തത് ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച മഹാനായ സ്വഹാബിയാണ്. ഈ രണ്ടുപേരും കാന യഖ്റുജാനി ഇല സൂഖി ഫീ അയ്യാമിൽ അശ്ർ, ഈ രണ്ടുപേരും അയ്യാമുൽ അശ്റിൽ 10 ദിവസങ്ങളിൽ അവർ അങ്ങാടികളിലേക്ക് പുറപ്പെടും.
എന്നിട്ടോ ഫയുകബ്ബിറാനി വയുകബ്ബിറു الناس ബിതക്ബീരിഹിമാ, എന്നിട്ട് അവർ തക്ബീർ മുഴക്കുകയും ചെയ്യുമായിരുന്നു. അവരിരുവരുടെയും തക്ബീറിനാൽ ആ അങ്ങാടികളിലുള്ള ജനങ്ങളും തക്ബീർ ചൊല്ലുന്നതാണ്. സുബ്ഹാനക യാ അലീം. എന്തായിരുന്നു സ്വഹാബത്തിന്റെ പണി? ഈ 10 ദിവസത്തെ പണി എന്താണ്? കൊടി പിടിക്കലല്ല, പാർട്ടി ഓഫീസിലല്ല, ഏതെങ്കിലും ആഹ്ലാദ പ്രകടനത്തിന്റെ പേരിൽ നടുറോട്ടിൽ പടക്കം പൊട്ടിക്കുക എന്ന ഹറാമിലല്ല. ഷെയ്ഖ് ഉസൈമീന്റെ ഫത്വയാണ്, ഹറാമാണ്. അല്ല പ്രിയമുള്ളവരെ. പിന്നെ ഈ 10 ദിവസത്തെ പണി എന്താ? ഈ 10 ദിവസത്തെ പണി തക്ബീർ ചൊല്ലുന്നവരായി അങ്ങാടികളിലേക്ക് പ്രവേശിക്കണം. ശരിക്കും എന്താ അറിയുന്നത്? ഷറഹില് അവർക്ക് വിൽക്കാനൊന്നുമില്ല, അങ്ങാടിയിൽ നിന്ന് വാങ്ങാനൊന്നുമില്ല. എന്നിട്ടും അവർ അങ്ങാടിയിലേക്ക് പോകണമെന്നറിയോ? ജനങ്ങളെ തക്ബീർ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഈ ഹദീസിന്റെ ഷറഹിൽ കാണാം, ഈ അത്തറിന്റെ ഷറഹിൽ കാണാം. സുബ്ഹാനക യാ അലീം. അതുകൊണ്ട് തക്ബീർ എന്താന്ന് മനസ്സിലാക്കാത്തോണ്ടാണ്. ഈ ഹദീസൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോ ഏതെങ്കിലും ആളുകൾ, ഈ സദസ്സിൽ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവില്ല, ചിലപ്പോ ആലേക്കും പുരോഗമന ചിന്തയുള്ള ആളുകളാലേക്കും, കുറച്ചുകൂടെ പരിഷ്കരിച്ചു എന്ന് തോന്നുന്ന ആൾക്കാരാലേക്കും, കാലഘട്ടത്തിനനുസരിച്ച് ഹദീസും ശാസ്ത്രങ്ങളും വ്യാഖ്യാനിക്കണമെന്ന് ചിന്തിക്കുന്നവരാലേക്കും. അതൊക്കെ ഇസ്ലാമിക ലോകത്തല്ലേ? ഈ ജനാധിപത്യ രാജ്യത്തിൽ ഇങ്ങനെ പരസ്യമായ അങ്ങാടികളിലേക്ക് തക്ബീർ ചൊല്ലാൻ പറ്റുമോ? പറ്റും, 100% പറ്റും. കേരളത്തിൽ പറ്റും. നമ്മൾ ചൊല്ലിക്ക് ആരും തടയില്ല. ചൊല്ലാനുള്ള മനസ്സുണ്ടാക്കണമെന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. കാരണം അള്ളാഹുവിന്റെ ശിആറുകൾക്ക് തടസ്സമില്ലാത്ത, അത് ചൊല്ലുന്നതിനോ അത് പ്രകടിപ്പിക്കുന്നതിനോ തടസ്സമില്ലാത്തൊരു സ്വാതന്ത്ര്യം അൽഹംദുലില്ലാ ഇപ്പോഴുണ്ട്. അത് നിലനിർത്തി തരുമാറാകട്ടെ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മളത് ധാരാളമായി വർദ്ധിപ്പിക്കണം. താബീങ്ങളിൽ പ്രസിദ്ധനായ മൈമൂൻ ഇബ്നു മെഹ്റാൻ, മഹാനാണ് അദ്ദേഹം. പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹം കാത്തിബു ഉമർ ബിൻ അബ്ദുൽ അസീസാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ്, രണ്ടാം ഉമർ എന്ന് പറയുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാത്തിബാണ്. പക്ഷെ വലിയ പണ്ഡിതനാണ്, മഹാനാണ്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് മൂന്നാമൻ ഹസനുൽ ബസ്രി റഹിമഹുള്ളാഹുള്ളത്. അദ്ദേഹം പറയാണ്, അദ്റക്തു الناس وانهم ليكبرون في العشر حتى كنت أشبهه بالأمواج من كثرتها. ദുൽഹിജ്ജ ആദ്യത്തെ 10 ജനങ്ങളെ തക്ബീർ ചൊല്ലുന്നവരായി ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം പറയാണ്, ജനങ്ങളെ തക്ബീർ ചൊല്ലുന്നതിന് കണ്ടു. എന്നിട്ടോ ആ തക്ബീറിന്റെ ആധിക്യത്താൽ ഞാൻ അതിനെ തിരമാലകളോടായിരുന്നു ഉപമിച്ചിരുന്നത് എന്ന്. സുബ്ഹാനക, നിങ്ങൾ ആലോചിക്കൂ. അപ്പൊ തക്ബീറിന്റെ ആധിക്യവും തക്ബീറിന്റെ ആർജവും എത്ര ഉണ്ടാകും? ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം അൽഹംദുലില്ലാ ഇവിടെ ഉണ്ട്, ചൊല്ലാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ചൊല്ലാൻ മാത്രം മതി. വേറെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വാതന്ത്ര്യ ചിന്തയൊക്കെ പറയും. ഈ ദീനിന്റെ കാര്യം പറയുമ്പോഴും ദീനിന്റെ ശിആറുകൾ മുറുകെ പിടിക്കുന്ന കാര്യം പറയുമ്പോഴും കുറച്ചൊക്കെ അങ്ങനെ അഴകുഴമ്പ നിലപാട്. അത് സലഫിയത്തല്ല, സുന്നിയത്തല്ല, അത് തനിച്ച ജഹാലത്താണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീന് മുറുകെ പിടിക്കാനുള്ള സ്വാതന്ത്ര്യം മതി ഇവിടെ, അല്ലാത്തൊരു സ്വാതന്ത്ര്യം ഒക്കെ ആവശ്യമില്ല. ദീന് മുറുകെ പിടിക്കാനുള്ള സ്വാതന്ത്ര്യം, അത്രയും സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതല്ലാത്ത ചിന്ത വല്ലവർക്കും ഉണ്ടെങ്കിൽ അത് അപകടമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ ഖുതുബയിൽ പറഞ്ഞുതരാം ഇതിന്റെ കാര്യം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഈ അനുഗ്രഹീതമായ ദിവസങ്ങളുടെ ആഗമനം അത് നമ്മൾ കാത്തിരിക്കുന്നവരാണ് വിശ്വാസികൾ. അൽഹംദുലില്ലാ കാത്തിരിക്കുകയാണ്. രാവിലെ, വൈകുന്നേരങ്ങളിൽ, പള്ളികളിൽ, വീടുകളിൽ, യാത്രകളിൽ, ജോലിക്കടയിൽ, വാഹനങ്ങളിൽ, എവിടെയും ഉറക്കെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ബഹുമാനരായ വിശ്വാസികളെ, സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യാൻ. പ്രിയമുള്ളവർ, ഈ തക്ബീർ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹിയുടെ ചോദ്യമാണ്. ദുൽഹിജ്ജ മാസത്തിൽ നമസ്കാരങ്ങൾക്ക് ശേഷം തക്ബീറുകൾ ചൊല്ലേണ്ടത് എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ്? ശരിക്കും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ നമ്മളെ പള്ളികളിലൊക്കെ ഈ മറ്റ് ചില ആളുകളുടേതായ രീതിയിലുള്ള ചില പ്രഹസനങ്ങളും ഒരു പ്രത്യേക രീതിയൊക്കെ കാണാൻ പറ്റും. അങ്ങനെയല്ല. ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചത് മുതൽ, ദുൽഹിജ്ജ എന്നാണ് തുടങ്ങുന്നത്, അതിന്റെ പ്രഭാതം മുതൽ, അല്ലെങ്കിൽ ആ പ്രവേശനം മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാന സമയം വരെയും സ്ത്രീകളും പുരുഷന്മാരും
കുട്ടികളും എല്ലാവരും, ആബാലവൃദ്ധം എന്ന് പറയില്ലേ, എല്ലാവരും തക്ബീറും തഹ്ലീലും തഹ്മീദുകളൊക്കെ വർദ്ധിപ്പിക്കണം. എത്രത്തോളം ശൈഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയാണ്, അവർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നിങ്ങനെ മുത്തലഖായിട്ട് അവർ ചൊല്ലട്ടെ. അതായത് നിരുപാധികമായ തക്ബീർ. എപ്പോ? ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജ 13 സൂര്യൻ അസ്തമിക്കുന്നത് വരെ എപ്പോൾ വേണമെങ്കിലും ചൊല്ലാന്നാണ് ശൈഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി. എന്നാൽ മുഖയ്യദായ ഒരു തക്ബീർ ഉണ്ട്. അതെന്താണ്? അറഫാ ദിവസത്തിന്റെ ഫജ്ർ മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാന സമയം വരെ, അല്ലെങ്കിൽ അവസാന ദിവസം വരെ ഓരോ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീറുകൾ ചൊല്ലൽ സുന്നത്താണെന്നാണ് ശൈഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത്. അതായത് നിസ്കാരത്തിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ്, അതുപോലെ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം എന്നിങ്ങനെയുള്ള ആ പ്രാഥമിക കാര്യങ്ങൾക്ക് ശേഷം അവരെന്ത് ചെയ്യട്ടെ? ചൊല്ലട്ടെ എന്ന്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്നറിയോ? ചൊല്ലിക്കൊടുക്കലോ ഏറ്റുചൊല്ലലോ അല്ല. സാധാരണ നമ്മൾ ദിക്ർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരും സെപ്പറേഷനാണ് എന്നതുപോലെയാണ്. ചിലടത്ത് അതൊക്കെ ഒരു പ്രകമ്പനം, ഒരു ജാഥ വിളിക്കണൊക്കെ രീതിയിലൊക്കെ കാണാൻ പറ്റും. അത്രയും ശൈലിയല്ല. ഓരോരുത്തരും ചൊല്ലുക. ഒരു ദിക്റാണല്ലോ. ദിക്ർ എങ്ങനെ ചൊല്ലല്? ആ രീതിയിലായിരിക്കണം എന്ത് ചൊല്ലുന്നത്. എത്രത്തോളം വെച്ചാല് അയ്യാമു തശ്രീഖിന്റെ അവസാന ദിവസം അസർ നിസ്കാരം വരെ നിസ്കാരശേഷമുള്ള തക്ബീറുകൾ ചൊല്ലണം എന്നാണ്. നേരത്തെ പറഞ്ഞത് മഗ്രിബ് വരെ നേതൃത്വത്തിലുണ്ട്. അല്ലാഹു അലം. എന്തായാലും ചുരുക്കത്തിൽ മുത്തലഖായ തക്ബീറുകളും നിസ്കാരത്തിന് ശേഷമുള്ള മുഖയ്യദായ തക്ബീറുകളും ഒരുമിച്ച് കൂടുന്ന സമയമാണ് അറഫ ദിവസത്തിലെ ഫജ്ർ മുതൽ അയ്യാമത്തെ ശരീക്കിന്റെ അസർ വരെയുള്ള സമയം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ മിൻ ഫതാവ ലിഖാഇ ശഹരി ലിഖാഉ റഖം 34 നമ്പർ ഫത്വ. അദ്ദേഹം മാസാന്ത ദർസുകൾ നടത്തുന്നിടത്ത് വരുന്ന ചോദ്യം, ആ ചോദ്യത്തിന് കൊടുക്കണ ഉത്തരവാണ്. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ വീക്ഷണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ തക്ബീർ ഏറ്റെടുക്കുകയും അത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയുമാണ്. എത്രത്തോളം വെച്ചാൽ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ പറയുന്നൊരു വാക്കുണ്ട്, يكون مشروعا سواء صلى الإنسان في جماعة أو صلى منفردا هذا هو الأقرب وبعض العلماء يرى أنه لا يشرع إلا إذا صلى في جماعة. ജമാഅത്തായി നിസ്കരിച്ചവർ മാത്രമേ നിസ്കാരശേഷം തക്ബീറുകൾ ചൊല്ലേണ്ടതുള്ളൂ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശൈഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയാണ്, എന്നാൽ ജമാഅത്തായി നിസ്കരിച്ചവർക്കും ഒറ്റക്ക് നിസ്കരിച്ചു, കാരണങ്ങൾ ചിലപ്പോൾ സ്ത്രീകൾക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ കഴിയില്ല, ഒരു വീട്ടിൽ നിസ്കരിക്കാം. ഒറ്റക്ക് നിസ്കരിച്ചവർക്കും നിസ്കാരശേഷം തക്ബീർ ചൊല്ലാം എന്നതാണ് ഏറ്റവും ശരിയോടടുത്ത അഭിപ്രായം. അത് സ്വവാബായ അല്ലെങ്കിൽ നമ്മൾ മുഅ്തമദായ എന്നൊക്കെ പറയില്ലേ, അഭിപ്രായം അതാണ് എന്ന് ശൈഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ തക്ബീറുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കാം. രണ്ടാമത്തെ കാര്യം, ഈ ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ നമ്മൾ നിർവഹിക്കേണ്ട രണ്ടാമത്തെ ഒരു പൊതുവായ അമലാണ് നോമ്പ് നോൽക്കുക. കഴിയുന്ന ആളുകളൊക്കെ ദുൽഹിജ്ജയുടെ 1 മുതൽ ദുൽഹിജ്ജയുടെ 9 വരെ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നോമ്പ് നോൽക്കാം. അത് സുന്നത്തായ കാര്യമാണ്. മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയാണ്, وأما صوم هذه التسعة فمستحب استحبابا شديدا لا سيما التاسع منها. അദ്ദേഹത്തിന്റെ സ്വഹീഹ് മുസ്ലിമിന്റെ ഷറഹിൽ 4-ാം വാള്യം 209 നമ്പർ എഴുതിയിരിക്കുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ, ഈ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ നോമ്പെടുക്കൽ ശക്തമായ സുന്നത്താണ്. പ്രത്യേകിച്ച് അതിലെ 9-ന്, അതായത് തിസ്അദിൽ ഹിജ്ജ എന്ന് പറയില്ലേ, അത് 2 നിലക്ക് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം വെച്ചാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ്, ഇമാം ഖത്താദ, ഇമാം മുജാഹിദ് റഹിമഹുമുല്ലാഹ് തുടങ്ങിയ സലഫുകൾ ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജ 9 വരെ നോമ്പെടുക്കുന്നത് പുണ്യകരമാണ് എന്ന അഭിപ്രായക്കാരാണ്. അപ്പൊ എന്തായാലും ദുൽഹിജ്ജയിൽ നമുക്ക് കഴിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കാം. ഇനി അതിന് കഴിയില്ലെങ്കിൽ അറഫയുടെ ആ 9ന്റെ നോമ്പും ആളുകൾക്ക് എന്ത് ചെയ്യാം? നോൽക്കാവുന്നതാണ്. വല്ലാഹു തആല അഅലം. ദുൽഹിജ്ജ 9 ദിവസം നോമ്പ് നോൽക്കൽ അനുവദനീയമാണ് എന്നാണ് 4 മദ്ഹബിന്റെയും ഇമാമിയങ്ങളുടെയും അഭിപ്രായം. ചില ആളുകളൊക്കെ ഈ വിഷയം മനസ്സിലാക്കാത്ത പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റിദ്ധരിച്ചു പോയതുകൊണ്ടോ അങ്ങനെ നോമ്പ് നോൽക്കാത്തൊരു നോമ്പ് നോറ്റാൽ ഇത് ബിദ്അത്താണോ തെറ്റിദ്ധരിച്ചവരൊക്കെ ഉണ്ട്. വല്ലാഹുൽ മുസ്തആൻ. ഒരിക്കലും അതല്ല, അനുവദനീയമായ കാര്യം. എത്രത്തോളം വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. ഇത് സ്ഥിരപ്പെട്ട ഹദീസാണ്. നോക്കൂ, ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ 2437 നമ്പർ എഴുതിയ ഹദീസ് കാണാം. എന്ത്? അസ്വാജി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത് കാന അൻ ഇംറഅതിഹി അൻ ബഅദി അസ്വാജി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജ. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഇതിന് 2 നിലക്കും വന്നിട്ടുണ്ട്. 9 എന്ന് വന്നിട്ടുണ്ട്, 9 ദിവസങ്ങൾ എന്ന് വന്നിട്ടുണ്ട്.
ആ ഒരു എന്താ പറയാ വീക്ഷണത്തിൽ വരുന്ന ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് അത് കഴിയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയാണ് അൽഹംദുലില്ലാ 9 ദിവസം നോമ്പ് നിൽക്കുന്ന ഒരു പ്രയാസമില്ല. പ്രത്യേകിച്ച് ഇനി അതിനൊന്നും പറ്റില്ല, കുറച്ച് തിരക്കുള്ള ആൾ, സുഖമില്ലാത്ത ആളെങ്കിൽ അവർക്ക് അഫ്ളലായ ദുൽഹജ്ജ് 9 നോമ്പെങ്കിലും അഥവാ അറഫയുടെ നോമ്പെങ്കിലും അവർക്ക് നോൽക്കാവുന്ന അല്ലാഹു സഹായിക്കുമാറാവട്ടെ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം, അതുപോലെ എല്ലാ ഇബാദത്തുകളെയും നമ്മൾ ഒരുമിപ്പിക്കണം. ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി പള്ളിയിൽ തന്നെ, അതുപോലെ ഫർള് നിസ്കാരങ്ങളോടനുബന്ധിച്ചുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, രാത്രി നിസ്കാരങ്ങൾ, ളുഹാ നിസ്കാരങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെ സുന്നത്തുകൾ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ നിർവഹിക്കണം. കൂടാതെ വിശുദ്ധ ഖുർആൻ പാരായണം, ദാനധർമ്മം, ദുആ, ഇസ്തിഗ്ഫാർ, തൗബ തുടങ്ങി സാധാരണ ദിവസങ്ങളിൽ ഒരു വിശ്വാസി ചെയ്യുന്നത് എന്തെല്ലാമുണ്ടോ ആ ഇബാദത്തുകളൊക്കെ വർദ്ധിപ്പിക്കൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ ശ്രേഷ്ഠമായ അറഫ നോമ്പും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ കൂട്ടത്തിൽ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ച ഏറ്റവും പുണ്യകരമായ ഉദ്ഹിയ്യ, അതും ഈ 10 ദിവസം, പ്രത്യേകിച്ച് യൗമുൻ നഹർ, ബലി ദിവസം അഥവാ പെരുന്നാളിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ യൗമുൻ നഹറാണ്, ഉദ്ഹിയ്യത്തിന്റെ ദിവസം. ആ കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിലൊക്കെ ജാഗ്രത കാണിക്കാൻ സഹായിക്കുമാറാവട്ടെ. എത്രത്തോളം അറിയോ? ഒരു വാക്ക് മാത്രം പറയട്ടെ. ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ പുണ്യങ്ങൾ സമ്പാദിക്കാൻ ഏറെ ശ്രേഷ്ഠകരമായ അവസരങ്ങളാണ് ഈ ദിവസത്തിലൂടെ കിട്ടുക. അള്ളാന്റെ റസൂൽ പറഞ്ഞു എന്തറിയോ? നബി പറഞ്ഞു, ഇഫ്അലുൽ ഖൈറ ദഹറക്കും വതഅറദൂ ലിനഫഹാത്തി റഹ്മത്തില്ലാഹ് ഫഇന്ന ലില്ലാഹി നഫഹാത്തി മിൻ റഹ്മതിഹി. നിങ്ങളുടെ ആയുസ്സിൽ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം? നന്മകൾ പ്രവർത്തിക്കണം. അതിനാണ് അള്ളാഹ് ആയുസ് തന്നത്, അല്ലാതെ കുടിപിടിക്കാനും കൂടെ കൂടാനും മാത്രമല്ല. ആയുസ് തന്നതിനോ പണിയെടുക്കാൻ അള്ളാന്റെ മാർഗത്തില്. എന്നിട്ടോ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ദാനങ്ങൾ, നഫഹാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു കാറ്റിന്റെ മൃദുസ്പർശനം പോലെ അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യങ്ങൾ എന്നൊക്കെയാണ് ചില ശറഹുകളിൽ കാണാം. അതായത് റമദാൻ, ദുൽഹിജ്ജയിലെ 10, ലൈലത്തുൽ ഖദർ, ജുമുഅ, അതുപോലെ സുഹൂർ എന്നിങ്ങനെയുള്ള സമയമുണ്ടല്ലോ, അതിനാണ് ശരിക്കും നഫഹാത്ത് എന്ന് പറയുന്നത്. ഇത് അള്ളാന്റെ റഹ്മത്ത്. ആ നഫഹാത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. അങ്ങനെ നഫഹാത്തുകളുണ്ട്. യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദി, അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകൾക്ക് അവൻ നൽകും. ഒരു പക്ഷേ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുമ്പോൾ മരിച്ചാലോ, അപ്പൊ നമുക്കതിൽ നഫഹാത്ത് കിട്ടൂല. റമദാൻ നമുക്ക് കിട്ടി അൽഹംദുലില്ലാ. അതുകൊണ്ട് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യണം അതിലേക്ക് പ്രവേശിക്കുക. കാരണം അമലുകൾക്ക് വേണ്ടി അള്ളാഹു നമുക്ക് സമയം തരികയാണ്, അമലുകളിലേക്ക് നമ്മളൊന്ന് എത്തിക്കാണ്. നമ്മളെന്ത് ചെയ്യേണ്ടത്? നോക്കുകുത്തികളായിട്ട് നിൽക്കല്ല വേണ്ടത്. പ്രിയമുള്ളവരെ, അമലുകൾ കടന്നു പോകാണ്. നമ്മൾ പുറത്ത് വഴിയോര കാഴ്ചക്കാരൊക്കെ നിൽക്കുകയാണ്. അതല്ലേ, ഇതൊരു കർമ്മമല്ലേ, ഇത് മറ്റൊരു കർമ്മമല്ലേ, അങ്ങനെ പല കർമ്മങ്ങൾ വരൂലേ. നമ്മൾ തെറ്റിട്ട് ഒരു ബന്ധമില്ലാത്തതുപോലെ, നമ്മൾ വേറെ എവിടെ പോകുന്നത് പോലെയാണ്. അല്ലാഹുൽ മുസ്തആൻ. അത് അപകടമാണ്. അള്ളാഹു നൽകുന്നവർക്കാണ് അത് കിട്ടുക. അത് വലിയൊരു ഭാഗ്യമാണ്. റബ്ബ് നമ്മിലേക്ക് അത് എത്തിച്ചാൽ നമ്മൾ അതിനെ മുറുകെ പിടിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വസലുല്ലാഹ അയ്യസ്തുറ ഔറാതികും വഅയ്യുഅമ്മിന റൗആതികും. നിങ്ങളുടെ കുറവുകളും ദോഷങ്ങളൊക്കെ അള്ളാഹു മറച്ചു വെക്കാനും നിങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് സുരക്ഷയും സമാധാനവും കിട്ടാനും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന. പ്രിയമുള്ളവരെ, ചുരുക്കത്തിൽ എല്ലാ അമലുകളും കൊണ്ട് സമ്പന്നമായ ഈ ദിവസങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും നല്ല രീതിയിൽ ഇഖ്ലാസോടെ ഇത്തിബാഅോടുകൂടി അതിനെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുവഴി സ്വർഗത്തിലെത്തുന്ന സാലിഹീങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ അഹ്ലുകാരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അള്ളാഹു അവർക്ക് ശിഫാഉൽ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർ, വിശ്വാസികളായി മരണപ്പെട്ടവർ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇണകളിൽ, മക്കളിൽ കുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അള്ളാഹു അവർക്ക് സമാധാനം ചെയ്യുമാറാവട്ടെ. ഹജ്ജും ഉംറയും കൂടെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹജ്ജിനും ഉംറക്കും പോയവർക്ക് അള്ളാഹു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.